ഹലോ ഗൈസ്, കുറെ നാളായി ഈ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരു അമ്മയും കൂടിയാണ്, അവർ കുടുംബിനെയാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, വിവാദങ്ങൾ. ഈ അടുത്ത് ഇപ്പം ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്നാൽ അവരിന്നൊരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. പക്ഷെ എനിക്ക് അതിനു മുമ്പ് നിങ്ങളോട്, പൊതുസമൂഹത്തിലുള്ള ഈ കാണുന്ന സാധാരണക്കാരോട് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, അവരുടെ അടുത്ത് അവരെ മേൽ ആരോപിക്കുന്ന ഒരു കുറ്റം, അവരൊരു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. ജസ്ന സലീം എന്ന് പറയുന്ന ആ ജസ്ന സലീം എന്ന ഒരു പെൺകുട്ടി, സ്ത്രീ, അവർ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. അതൊരു തെറ്റാണ്. നിങ്ങൾ ഞാനും ഒക്കെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണം അത് ആരുണ്ടാക്കി, അല്ലെങ്കിൽ ഏത് മതക്കാരുണ്ടാക്കി എന്ന് കരുതിയിട്ടാണോ? അല്ലെങ്കിൽ നമ്മൾ പോകുന്ന, വാങ്ങുന്ന, നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരെല്ലാം, നമ്മളിപ്പോ മതേതരത്വ രാജ്യം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ മതേതരത്വം മാറി നിന്നിട്ട് ഉള്ളിൽ കൊടിയ വർഗീയത നിലനിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും തോന്നിപ്പോകുന്നു. ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കല എന്നുള്ളൊരു സാധനത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ആവിഷ്കാരത്തിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്തും പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പൊ ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് എനിക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ട്. എനിക്ക് അതിനോട് യോജിച്ച് പോകുന്ന ഒരു ചിന്താഗതിയുള്ള ആളല്ല ഞാൻ. എങ്കിലും അയാളോടൊപ്പവും ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാരണത്താലും ഇവർ ഒരുപാട് അപമാനിതയാകുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. സോ ഒന്നൊന്നായിട്ട് കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ടി സിദ്ദിഖ് MLA-ക്കെതിരെയും കൂടെ പരാതി വരുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രസയിലെ ഒരു ഉസ്താദിനെതിരെ ഇതിനകത്ത് പരാതി വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പരാതി ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ജീവന് ആപത്തുണ്ടാക്കുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ കാര്യങ്ങൾ അവരിതിനെ പറയട്ടെ, നമുക്ക് കേട്ടു നോക്കാം. സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ്, അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞിട്ടാണ് അത് വരുന്നത്. ആ കോടതിയുടെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം, ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത്. ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് കൊടുത്തു എന്നുള്ള കാരണം വരുമ്പോൾ അതൊരു ഹണി ട്രാപ്പ് ആകുന്നതെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഒടുവിൽ, ഈ ഒരു വീഡിയോയുടെ ഒടുവിലേക്ക് വരുമ്പോഴേക്കും അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എനിക്കെതിരെ കേസെടുക്കൂ, നിങ്ങൾക്ക് എന്നെ സംശയമാണ്, എന്റെ ഉദ്ദേശത്തിന് സംശയമാണ്, ഞാൻ അങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഒരാളെന്ന രീതിയിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വ്യാജ പ്രചരണങ്ങൾ അയച്ചു വിടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ മേൽ കേസെടുക്കൂ, എന്റെ മേൽ അന്വേഷണത്തിന് ഗവൺമെന്റോ സർക്കാരോ ഒക്കെ പോലീസോ ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിക്കട്ടെ, തെളിയിക്കൂ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്രത്തോളം സ്വന്തമായിട്ടൊരു വിശ്വാസമുള്ള ഒരു സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ സ്വത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരൊരു കേസ് കൊടുത്തു, ആ കേസ് വന്നതുകൊണ്ട് മാത്രം ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അവർ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കുന്നു. ഓപ്പോസിറ്റുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും നിയമ നടപടിയും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഇതിന്റെ അകത്ത് ഒരേ സമയത്ത് തന്നെ BJP-യുടെ ചില ആൾക്കാർക്കെതിരെ അതിന് ആരോപണം വരുന്നുണ്ട്. തോക്കുസ്വാമിയൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്ക് സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത്. ഞാൻ കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് കുടുംബം, അല്ലെങ്കിൽ എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ, കുടുംബത്തിന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറെ അവര് പറയുന്നത് അവര് കൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി. എന്തുവാണ് ഇത്? നമ്മുടെ ഈ ലോകം മൊത്തം കാണുന്നതിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ നമ്മൾ വാദോരാതെ വിളിച്ച് പറയുകയും നമ്മുടെ ചില പ്രത്യേക തരത്തിലുള്ള ഈ ഫംഗ്ഷൻസ് ഒക്കെ കാണുന്ന സമയത്ത്, ഓണം വരുന്ന സമയത്ത്, മറ്റുള്ള ഇതൊക്കെ വരുന്ന സമയത്ത്, ആഘോഷങ്ങൾ വരും, ഫെസ്റ്റിവൽ സീസണിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ക്രിസ്ത്യാനി, ഹിന്ദു, ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് മതേതരത്വത്തിന്റെ ചിഹ്നങ്ങളായിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ പുതച്ചുവിടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഒരു സ്ത്രീക്ക് കൃഷ്ണന്റെ പടം വരച്ചു എന്നുള്ളൊരു കാരണത്താൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നേക്കുന്നത്. എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇസ്ലാമിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ള ആൾക്കാരും എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഹിന്ദുക്കളുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ആൾക്കാർ രണ്ട് സൈഡിൽ നിന്നും ഈ സ്ത്രീയെ ആക്രമിക്കുകയാണ്. ഇതിനകത്തുള്ള ശരിതെറ്റുകൾ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്തുള്ള ശരിതെറ്റുകൾ ഇനിയും ഒരുപാട് പുറത്തു വരാനുണ്ട്. ഇവരുടെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ ഇവരെ ഓപ്പോസിറ്റ് പറയുന്ന ആൾക്കാരുടെ ഭാഗത്താണോ തെറ്റ്? എന്ത് തെറ്റാണെങ്കിലും നിയമപരമായി ആ ഒരു കാര്യത്തിൽ നേരിടുമെന്നും മേൽക്കോടതികളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൈക്കൊള്ളും, സ്വീകരിക്കുമെന്നൊക്കെ ഇവർ പറയുന്നു. ഇതിനകത്ത് അവർക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാരും വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെളിയണം, അത് കോടതിയിൽ തെളിയേണ്ടതാണ്. ബാക്കി കേൾക്കാം. ഒരു വ്യാജ ഡോക്ടർ ചമ്മിഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക്. എന്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് ഉസ്താദിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുക ചെയ്യുന്നത്. എന്തിനാ തല്ലുന്നത് ആ കുഞ്ഞിന് അറിഞ്ഞൂടാ. എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളും പോകാൻ പോയോ. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കൽ തുടങ്ങിയപ്പോൾ
സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം നിങ്ങൾ ഒന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞു. അതായത് മദ്രസയിലെ അധ്യാപകൻ അഥവാ ഉസ്താദിനെതിരെയാണ് മറ്റൊരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത്. ഇതൊക്കെ അവരുടെ ആരോപണങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് അറിയത്തില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമായിട്ട് രീതിയിൽ പൊക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള കൾപ്രിറ്റുകൾ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുള്ളവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. സമൂഹ മനസാക്ഷി ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ ഇത് ഇവരുടെ ആരോപണമാണ്. അപ്പൊ അവർ പറയുന്നത് അവരുടെ കുട്ടിക്കുണ്ടായ നിരന്തരമായിട്ട് മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും നിരന്തരമായിട്ട് ഇത് തുടരുകയും ചെയ്യുന്ന സമയത്ത് അവരെ ഒരു കൗൺസിലിംഗിന് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യാജ ഡോക്ടറെ അവർക്കറിയത്തില്ല ആ വ്യക്തി ഒരു വ്യാജനായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഒരു പീഡനത്തിന് ഇരയാവുകയും ചെയ്യുന്നുണ്ട്. കേൾക്കാം. ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവന്റെ അന്ന് പേര് ഞങ്ങളടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്. ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിൽ കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അന്നത്തെ ഡ്രസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ ആ സമയത്തുള്ള ഡ്രസ്സൊക്കെ ചോദിക്കുന്നു. നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അന്നൊരു കേസ് കൊടുത്തില്ല? പലരും സാധാരണ ചോദ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ആ സമയത്ത് തന്നെ ഇപ്പോ ഒരു ട്രോമാറ്റിക് കണ്ടീഷനാണ്. ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ടാക്കിയതാണ് എന്റെ പേര് പെണ്ണ്, എന്റെ വയസ്സ് 8 എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ലക്ഷ്മി ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടിന്റെ പ്രചോദനമായിട്ടുള്ള കാര്യം അവരുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള വളരെ വലിയ ഇൻസിഡന്റ് ആയിരുന്നു. ആ ഇൻസിഡന്റ് അവർക്കുണ്ടായ നേരിട്ട് ഉള്ള അനുഭവത്തിനെ കുറിച്ച് അവരിട്ട സമയത്ത് അതിനെ ട്രോളാക്കി മാറ്റി, അവരെ കളിയാക്കി. ഓക്കെ, നമുക്ക് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായം ഉണ്ടാവും. അതുപോലെ തന്നെ പരിഹാസത്തിന്റെ രീതിയിലുള്ള ഇതൊക്കെ വരും, പക്ഷെ റിയാക്ഷൻസ് ഒക്കെ വരും. പക്ഷെ അതൊരു കൊടിയ ഒരു അപരാധം എന്നുള്ള രീതിയിൽ ആ സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പക്ഷെ അവർക്ക് അവരുടെ പഴയ ഇന്റർവ്യൂസിനകത്തൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ നിന്നും അവർ ഒരു ഫീനിക്സ് പക്ഷേ പോലെ ഉയർന്നു വന്നൊരു സ്ത്രീ ആയിരുന്നു അത്. ആ ഒരു സ്ത്രീയെ അങ്ങനെ അലക്കലുണ്ടായി. അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പെൺകുട്ടി ഒരു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു എന്നുള്ള കാരണത്താലോ ഇങ്ങനെയുള്ള പല കാരണത്താലോ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല എന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെയാണ് ഈ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലെ, ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത്, വേറെ ഒരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത്. ലാസ്റ്റ് പണം ചോദിക്കാൻ എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ എന്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ്. എന്നിട്ട് എന്നെ വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്ത് വിട്ട് അതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട്, അത് എനിക്ക് നല്ലതിന് സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവർ കാണുക എന്ന് പറയുന്നത്. അതായത് ഈ സ്ത്രീയെ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയോടൊപ്പം അവരുടെ നഗ്ന ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ട് അതിനെ വെച്ചിട്ട് ഈ കുട്ടിയെ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് അതിക്രമിച്ചിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. എന്തുമാത്രം ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അവർ നിയമപരമായിട്ട് നടപടി സ്വീകരിച്ചപ്പോൾ അതൊരു ഹണി ട്രാപ്പ് ആകുന്നത് എങ്ങനെയെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല, അറിയില്ല. അതിനുശേഷമാണ് ഇവർ ഈ ഒരു കൊടിയ പീഡനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നിരന്തരമായിട്ട് വന്ന സമയത്താണ് അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ ഒരുപാട് ഗുളികകൾ എടുത്ത് കഴിക്കുകയും വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ അവരെ ഈ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ അവസ്ഥ നേരെ പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറയുന്നു. ഇപ്പൊ ഇവരുടെ സൈഡ് പറയുന്നു, അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും വന്ന് പറയാം. അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ഈ ഒരു കാര്യം ഇവരെ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ അവർക്ക് നീങ്ങാം. ഈ പറയുന്നതെല്ലാം ഒരു വൺ സൈഡ് ആയിട്ട് നമുക്ക് വിശ്വസിക്കേണ്ട, സത്യം പുറത്തു വരട്ടെ. പക്ഷെ ഇതിനകത്ത് ഇവരുടെ ഭാഗത്ത് എന്തൊക്കെയോ ഇവിടേക്ക് കുറെ ശരികളുണ്ട് നമുക്ക് തോന്നുന്നു. അത് അറിയത്തില്ല, ഇങ്ങനെ ഒരു സ്ത്രീ അല്ലാതെ പച്ചക്കള്ളം വന്ന് പബ്ലിക്കിന് മുമ്പിലേക്ക് വിളിച്ചു പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഇവനെ കള്ളാന്ന് പറഞ്ഞ സ്ത്രീയാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ സെൻട്രൽ ജയിൽ പോലത്തെ മതിലും ഈ ഗേറ്റൊക്കെ, അപ്പൊ ഞാൻ ആ സ്ത്രീനെ വിളിച്ചു, ഇതെന്നാണോ വീട്, ഇവിടേക്ക് എനിക്ക് കയറാൻ പറ്റുമോ? അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഉള്ളിലുണ്ട്, ഇനി കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആ വീട്ടിൽ പോകുന്നത്. ആ സ്ത്രീ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ പോലീസുകാരെടുത്ത് പറഞ്ഞു കൊടുത്ത് ഇതൊന്നും എവിടെയില്ല, ഞാൻ കൊടുത്ത മൊഴിയല്ല എവിടേക്ക് എത്തിയത്, കോടതിയിലേക്ക് എത്തി.
അവർ കൊടുത്ത മൊഴിയും അല്ല കോടതിയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളല്ലേ? സ്വന്തമായിട്ട് ഒരു വ്യക്തി അവർക്കുണ്ടായ നേരിട്ടൊരു അനുഭവത്തിനെ കുറിച്ച് FIR എടുത്ത സമയത്ത് അവർ കൊടുക്കുന്ന ആ മൊഴി, ആ ഒരു മൊഴിയിൽ തന്നെ മാറ്റം വരുത്തി അതിന് വിരുദ്ധമായിട്ട് കോടതിയിലേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ് നടക്കുന്നത്? എങ്ങനെ മാറി മറിഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോകാതിരുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീൽ അവിടെ കുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെയും നാണം കെടുക ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനും മുമ്പോട്ട് പോകണം? എന്നിട്ട് ഞാൻ ക്ഷമിച്ച് സഹിച്ചു വീട്ടിൽ കുത്തിന്. എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത നമ്മൾ ഈ കേസ് കൊടുക്കുന്നു, ഒരു സ്ത്രീയുടെ കാര്യത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് കൊടുക്കും എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാധാരണ ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പോൾ ഈ ഇതേ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് ആ ഒരു ചങ്കുറപ്പോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ള സപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് അവർക്ക് ഇതെല്ലാം നേരിടാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും അവരെ ഒറ്റപ്പെടുത്താനുള്ള ടെൻഡൻസി ഉണ്ട്. ഇവരുടെ കാര്യത്തിനകത്താണെങ്കിൽ മതപരമായിട്ട് തന്നെ ഇവർക്ക് ഒത്തിരി അവരുടെ എഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങളുണ്ട്. ഇതിനകത്തുള്ള പല ആൾക്കാരുടെ ഒറ്റപ്പെടുത്തലുകളുണ്ട്. പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പം ഇതിനകത്ത് ടി സിദ്ദിഖിന്റെ പേരൊക്കെ പറയുന്നത്, ടി സിദ്ദിഖാണ് ഇവർ ഈ പറയുന്ന ആ ഒരു വ്യാജ ഡോക്ടറിനൊക്കെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള രീതിയിൽ വലിയ ഗുരുതരമായ ആരോപണമാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേരിനകത്ത് വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ ഏതൊരു അവരുടെ ഒരു എന്താണ് ഒരാളായിട്ടുള്ള ഒരാള് എന്തോ ഒരു എന്താണ് അവരുടെ ഒരു സൈഡിലുള്ള ഒരാള് ഏതൊരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇവരെ നിരന്തരമായിട്ട് അനാവശ്യം പറയുന്നു. നമ്മൾ തോക്ക് സാമിയൊക്കെ ഇതിനകത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഞാൻ പൈസ മേടിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ ഹണി ട്രാപ്പ് പെടുത്തി ആരെങ്കിലും ഒരാളെ കൊണ്ടുവരട്ടെ വരും. വേണ്ട, ഒരുപാട് ആൾക്കാർ അന്വേഷണമായിട്ടായിരുന്നില്ല. എന്തുകൊണ്ട് എന്റെ പേരിൽ അന്വേഷണം നടത്തുന്നില്ല? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാം എന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ. സകല ഡീറ്റെയിൽ ഞാൻ തരാം. എന്റെ അക്കൗണ്ട് നമ്പർ വരെ ഞാൻ തരാം. ആരുടെങ്കിലും എനിക്ക് ഫോട്ടോ ഓർഡർ വരുന്നുണ്ട്, അതിന്റേതല്ലാതെ ഞാൻ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ വരെ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവര് എല്ലാം വ്യക്തമായി തെളിവ് തരാം, നിങ്ങൾ എന്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടിയിട്ട് പറയൂ, എന്റെ പേരിൽ അന്വേഷണം നടത്തുന്നൊക്കെ ഒരു സ്ത്രീ പറയുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി അവർക്ക് തെളിയിക്കണമെന്ന് അവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ ആ സ്ത്രീയെ തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പല വിശ്വാസങ്ങളും നമ്മളെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ വിശ്വസിക്കുന്നത് മാത്രം ശരിയെന്ന് പറയുന്ന ലോകത്ത് ഈ മതവിശ്വാസതകളിൽ പെട്ട ആൾക്കാർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ എത്തീസ്റ്റുകൾ എന്ന് പറയാൻ പറ്റും. കാര്യം എന്തറിയാമോ? അവർ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ള ദൈവങ്ങളല്ല ശരിയല്ലെന്ന് വിശ്വസിക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു റിയൽ എത്തീസ്റ്റ് അല്ലേ? അല്ലാതെ ദൈവവിശ്വാസത്തിൽ നമ്മുടെ മറ്റു വിശ്വാസങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോകുന്നതിന്റെ അർത്ഥം. സോ അതുപോലെ ഉള്ള കുറെ എക്സ്ട്രീമിസ്റ്റുകളായ ആൾക്കാർ ഇവരെ വേട്ടയാടുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അപലപനീയമാണ്. സമൂഹത്തിൽ ഒരിക്കലും അത് നല്ല കാര്യമല്ല. ഇത്രത്തോളം ആരോടെങ്കിലും എന്റെ പേരിൽ ഒന്ന് ഒരു അന്വേഷണം ഇടാൻ പറഞ്ഞോളൂ. എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്ത് ഒരു സ്ത്രീ ഒന്ന് കൂടുതൽ കേസ് കൊടുത്ത് അവളെ എങ്ങനെ മോശക്കാരിയാവുക? ദാറ്റ്സ് എ പോയിന്റ്. റിയലി ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ കേസ് കൊടുത്ത ഒരു സ്ത്രീയല്ല, സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ഒന്നിൽ കൂടുതൽ കേസ് കൊടുക്കുന്ന ഒരു വ്യക്തി എത്ര വളരെ മോശക്കാരനെന്നാണോ? അവർക്ക് നിയമപരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നിയമ സംവിധാനത്തിന്റെ അകത്ത് നിന്നും അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പോകുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇപ്പം റിയൽ ആയിട്ട് നിയമത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പലതരത്തിലുള്ള ഹണി ട്രാപ്പുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ മീറ്റു ആരോപണങ്ങൾ, ഹണി ട്രാപ്പുകൾ, ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് നിയമത്തിന്റെ പഴുതിലൂടെ ചില വിക്രികൾ കാട്ടിക്കൂട്ടുക. എന്നാൽ ഈ ഒരു കാര്യത്തിന്റെ അകത്ത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു വന്ന് സ്റ്റെബേണായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. ഇവര് കൊടുത്ത കേസ് ഒന്ന് പീഡന കേസ്, രണ്ടാമത്തെ കേസ് ഒരു വണ്ടി തട്ടിയ കേസ്. ഇതെങ്ങനെ ഹണി ട്രാപ്പ് ആവുമെന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാർ എത്ര ക്രിമിനൽ മൈൻഡിലാണ് ഒരാളെ നശിപ്പിക്കുന്നത് നോക്കണം. മാറാട് പോലീസ് കോഴിക്കോട് കോടതിയില് അതിന്റെ പകർപ്പ് വെച്ച് അതാണ് എനിക്ക് കുറ്റവിമുക്തനാണ്. തെളിവ് കൊടുത്തില്ല, ജീവക്ക് തെളിവ് കൊടുത്തിട്ടില്ല. ഓക്കെ, തെളിവിന്റെ അഭാവത്തിലാണ് ആ പുള്ളിക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും മറ്റുള്ള കാര്യങ്ങൾ കഴിയാത്തെന്നുള്ള രീതിയിലാണ് കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുള്ള വിധിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെട്ട ആ പരിചയം മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞതിന് ശേഷമാണ് രതീഷ് എന്നോട് പറയുന്നത്. ഞാൻ കരുതി രതീഷിന്റെ ഒരു സുഹൃത്ത്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്താണ് എന്നാ ഞാൻ. പിന്നെ ഇതിനകത്ത് അവർ മൊത്തത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു വ്യാജ ഡോക്ടറെ ചമഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇവരുടെ മകനെ ട്രീറ്റ്മെന്റ് ചെയ്യാനെന്നുള്ള വ്യാജേന ഇവരുടെ അടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയും ഇവരെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുക്കുകയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കേസ് കൊടുത്തതിന് പിന്നാലെ അത് ഹണി ട്രാപ്പാണ്, ഇവർ ഹണി ട്രാപ്പിന്റെ കണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ വരികയും ഇവർ നിലവിൽ ഓൾറെഡി ഇപ്പം മറ്റേ എന്താണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഹെയ്റ്റ് ഇവർക്കെതിരെ ഉള്ളത് കൊണ്ടും ഇവർക്ക് ഈ BJP മറ്റുള്ള പലമായിട്ട് ബന്ധമുണ്ടതൊക്കെ വരുത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ മതപരമായിട്ട് ഇവർക്ക് എന്താ പറയാ നമ്മളെ അതിനെതിരെ ഒരു സംഭവം വരികയും അതോടൊപ്പം തന്നെ ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് ഇതിനകത്തു നിന്നുള്ള കുറെ ആൾക്കാരെ ഇവർക്കെതിരെ തിരികെയും സമൂഹത്തിന്റെ കുറെ അധികം ആൾക്കാരുടെ മുമ്പിൽ സംശയത്തിന്റെ നിഴൽ ഇവർക്ക് വരികയും ഇവർക്ക് ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത സാഹചര്യം വരികയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇപ്പൊ പറയുന്നത്. എന്തായിരുന്നാലും ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സമൂഹത്തിന്റെ മുമ്പിൽ കിട്ടണം, നിയമ നടപടി സ്വീകരിക്കപ്പെടണം.
അല്ലേ? സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം. അതല്ല ഇവരെ പറയുന്നത് കള്ളമാണെങ്കിൽ അതും തെളിയിക്കപ്പെടണം. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.